രാജ്യതലസ്ഥാനത്തേക്കാണ് ആദ്യം തന്നെ. ഡൽഹി സാകേത് കോടതിക്കകത്ത് കൊലപാതകം നടന്നെന്ന വാർത്ത വരുന്നുണ്ട്. കോടതി വളപ്പിലെ ലോക്കപ്പിനകത്താണ് കൊലപാതകമുണ്ടായത്. തടവുപുള്ളിയായ അമനാണ് കൊല്ലപ്പെട്ടത്. അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങളുമായി. അർജുൻ, ഒരു കോടതിക്കകത്ത് കൊലപാതകം എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത ഒരു സംഭവമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ കൊലയാളി ഇപ്പോൾ എവിടെ? അനശ്വര, രണ്ടുപേരാണ് കൊലയാളികൾ. ഈ രണ്ടുപേരും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഡൽഹിയിലെ സാകേത് കോടതിയിൽ ഇത്തരത്തിലൊരു സംഭവം, ഈ ഒരു കൊലപാതകം നടക്കുന്നത്. ഡൽഹി സാകേത് കോടതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ആദ്യമായല്ല. ഇതിനു മുൻപും രക്തം പുരണ്ട ചരിത്രമുള്ള ഒരു കോടതി തന്നെയാണ് സാകേത് കോടതി. പല ഏറ്റുമുട്ടലുകൾ, ഒന്നിലധികം കൊലപാതകങ്ങൾ നടന്ന ഒരു സ്ഥലം. ഈ കോടതിക്കകത്ത് തടവ് പുള്ളികളെ കൊണ്ടുവരുമ്പോൾ, അതായത് കോടതി നടപടികൾക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ അവരെ ഒരു ചുരുക്കം സമയത്തേക്കെങ്കിലും പാർപ്പിക്കാൻ വേണ്ടി താൽക്കാലിക സെല്ലുകൾ, ലോക്കപ്പുകൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലൊരു ലോക്കപ്പ് നമ്പർ 5 ഇന്ന് രാവിലെ ഈ കൊലപാതകം നടന്നത്. കൊല്ലപ്പെട്ടത് അമൻ, കൊലയാളികൾ ജിതേന്ദ്ര, അതുപോലെ തന്നെ ജയദേവ്. ഈ ജിതേന്ദ്രയും അമനും തമ്മിൽ 2024 ഉണ്ടായ ഒരു തർക്കം, അതിനെ ചൊല്ലി പിന്നീടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാക്ക് തർക്കമൊക്കെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ പ്രാഥമിക വിലയിരുത്തലായി, സംശയമായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതിൽ പൂർണ്ണമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ പോലീസിന് എന്തായാലും അത് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. തിഹാറിലെ 8ാം നമ്പർ ജയിലിലാണ് ഈ 3 തടവ് പുള്ളികളെയും പാർപ്പിച്ചിരുന്നത്. രാവിലെ ഇവരെ ഒരു പോലീസ് വാനിൽ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോഴും ഇതിലുണ്ടായിരുന്ന ജയദേവും അതുപോലെ ഈ അമനും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായി എന്നുള്ള കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. ഈ ഒരു കൊലപാതകത്തിൽ ആയുധങ്ങൾ ഉണ്ടായിട്ടില്ല. കൈകൊണ്ടും കാലുകൊണ്ടും ഈ അമന്റെ കഴുത്ത് ഞെരിച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. അതായത് ഈ സംഘർഷം ഉണ്ടായതിന് പിന്നാലെ അവിടേക്ക് പോലീസ് എത്തി. പക്ഷേ അവനെ വളരെ ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് കണ്ടെത്തിയത്. പിന്നാലെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ വെച്ച് അദ്ദേഹം മരിച്ചു എന്നുള്ള കാര്യം ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു. എന്നാൽ ഇതിലൂടെ വെളിവാകുന്ന മറ്റൊരു കാര്യം, ഈ സാകേത് കോടതി മാത്രമല്ല, ഇത്തരത്തോളം വളരെയധികം സുരക്ഷ വേണ്ട സ്ഥലത്തെ സുരക്ഷ ഇല്ലായ്മയാണ്, വലിയ രീതിയിലുള്ള വീഴ്ചയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അത്രത്തോളം സുരക്ഷ വീട്ടിയിരുന്നു തടവുപുള്ളികളെ സംബന്ധിച്ചും ഇതുപോലെയുള്ള ലോക്കപ്പുകളെ സംബന്ധിച്ചും. പക്ഷെ അവിടെ വേണ്ടത്ര സുരക്ഷ ഉണ്ടായിരുന്നില്ല, പരിശോധന ഉണ്ടായിരുന്നില്ല, പോലീസുകാരുണ്ടായിരുന്നില്ല എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ്, അതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും. അതുപോലെ ഗുരുതര സുരക്ഷാ വീഴ്ച എന്നുള്ളത് തന്നെയാണ്. പക, പ്രതികാരം, അരും കൊലപാതകം രാജ്യതലസ്ഥാനത്ത്. അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.